സോ നമ്മുടെ ഹാംസ്റ്റർ കോമ്പാറ്റിൽ നമുക്ക് വിഡ്രോവൽ ഓപ്ഷൻ വന്നിട്ടുണ്ട്. അതായത് നമുക്കിപ്പോൾ കറൻ്റ്ലി നമുക്ക് എക്സ്ചേഞ്ചിലേക്ക് വിഡ്രോ ചെയ്യാനുള്ള ഓപ്ഷൻ വന്നിട്ടുണ്ട്. സോ നമുക്കിപ്പോൾ നമുക്കുള്ളത് നിലവിൽ ബിനാൻസ് ഉണ്ട്, അതുപോലെ തന്നെ നമുക്ക് ബൈബിറ്റ്, അതുപോലെ OKX ആണ് ഉള്ളത്. അതിൽ OKX ഇന്ത്യയിൽ ഇപ്പോൾ അവൈലബിൾ അല്ല, അതുകൊണ്ട് ബിനാൻസ് ബൈബിറ്റ് നമുക്ക് ചൂസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ നിങ്ങൾ പുതിയതായിട്ട് ഇനി അക്കൗണ്ട് എടുക്കുകയാണെങ്കിൽ ബൈബിറ്റിൽ ഇപ്പോൾ നമുക്ക് പ്ലേ സ്റ്റോറിൽ അവൈലബിൾ അല്ല. കാരണം ഇന്ത്യയുടെ ഫിനാൻഷ്യൽ റൂൾസിന് അണ്ടറിലല്ലാത്തതുകൊണ്ട് തന്നെ ബൈബിറ്റ് പ്ലേ സ്റ്റോർ റിമൂവ് ആക്കിയിട്ടുണ്ടായിരുന്നു. സോ നമുക്ക് APK വെച്ച് ഇൻസ്റ്റാൾ ചെയ്യാം, പക്ഷേ അതിൽ KYC ചെയ്യുമ്പോൾ ചെറിയ ഇഷ്യൂ കാണിക്കുന്നുണ്ട്. സോ കറൻ്റ് നമുക്ക് ഇപ്പോൾ സേഫായിട്ട് ചെയ്യാൻ പറ്റുന്നത് ബിനാൻസിലായിരിക്കും. പ്ലേ സ്റ്റോറിലുണ്ട്, ജസ്റ്റ് എടുക്കുക. എന്നിട്ട് KYC മസ്റ്റായിട്ട് കംപ്ലീറ്റ് ചെയ്യണം. സോ KYC ചെയ്തില്ലെങ്കിൽ നമുക്ക് ഡെപ്പോസിറ്റ് കിട്ടുന്നില്ലായിരിക്കും. നിങ്ങൾ ബിനാൻസ് സെലക്ട് ചെയ്യുകയാണെങ്കിൽ ആദ്യം നമ്മൾ SI ഹാബിറ്റ് കൊടുക്കുക. അപ്പോൾ നമുക്ക് അതിൽ ഹാംസ്റ്ററിൻ്റെ ഡെപ്പോസിറ്റ് അഡ്രസ്സും അതുപോലെ തന്നെ മെമ്മോയും നമുക്ക് ചോദിക്കും. സോ നമുക്കിത് എങ്ങനെ എടുക്കുന്ന നോക്കാം. നമ്മൾ നേരെ ബിനാൻസിലേക്ക് പോവുക. എന്നിട്ട് താഴെ റൈറ്റ് സൈഡിൽ വാളറ്റ് സെക്ഷൻ എടുക്കുക. വാളറ്റ് സെക്ഷനിൽ നമുക്ക് ഡെപ്പോസിറ്റ് ഓപ്ഷൻ ഉണ്ട്. അതിൽ നമ്മൾ പോയിട്ട് നമ്മൾ ഹാംസ്റ്ററിൻ്റെ ടിക്കർ അടിക്കുക, HMSTR അടിക്കുക. അപ്പോൾ ഹാംസ്റ്ററിൻ്റെ നമുക്ക് അതായത് ചെയിൻ സെലക്ട് ചെയ്യുക. എന്നിട്ട് നമുക്കതിൽ ഓക്കെ കൊടുക്കുക. എന്നിട്ട് അതിൽ നമുക്ക് ഇതുപോലെ അഡ്രസ്സും കിട്ടും, അതുപോലെ തന്നെ മെമ്മോയും കിട്ടും. സോ രണ്ടും നമ്മൾ കറക്റ്റായിട്ട് തന്നെ കോപ്പി ചെയ്തെടുക്കുക. എന്നിട്ട് തിരിച്ച് അവിടെ കൊണ്ടുവന്ന് എന്നിട്ട് അഡ്രസ്സ് അടിക്കുക. അതുപോലെ തന്നെ നമ്മൾ തിരിച്ച് വരിക, മെമ്മോ മസ്റ്റായിട്ട് കോപ്പി ചെയ്യുക. തെറ്റിക്കുക തന്നെ മെമ്മോയും നമ്മൾ കോപ്പി ചെയ്യുക. എന്നിട്ട് സേവ് കൊടുക്കുക. ഇത്രയേ ഉള്ളൂ നമുക്ക് വിഡ്രോയിൽ ബിനാൻസിലേക്കുള്ള സ്റ്റെപ്പ് എന്ന് പറയുന്നത്. സോ സേവ് ആൻഡ് ചൂസ് അടിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇപ്പോൾ തന്നെ ഹാംസ്റ്റർ കോയിൻ കിട്ടുന്നതായിരിക്കും. സോ ഇതിൻ്റെ ലിസ്റ്റിംഗ് ഡേറ്റിംഗ് ആവുന്ന സമയത്ത് മാത്രമേ നമുക്ക് എക്സ്ചേഞ്ചിലേക്ക് നമുക്ക് കോയിൻസ് വരത്തുള്ളൂ. സോ അപ്പോൾ ഇതേ മോഡ് തന്നെയാണ് നമുക്ക് ബൈബിറ്റിലും വരുന്നത്. ജസ്റ്റ് ഇതിലൊരു എക്സ്ട്രാ ആയിട്ട് ഒരു UID മാത്രം അടിക്കണം. സോ UID എല്ലാവർക്കും അറിയാം. ഇനി ആരെങ്കിലും പുതിയതായിട്ട് ചെയ്യുകയാണെങ്കിൽ അവർക്ക് ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. ബൈബിറ്റ് എടുക്കുക. നമുക്ക് ടോപ്പ് ലെഫ്റ്റിൽ പ്രൊഫൈൽ ഓപ്ഷൻ ഉണ്ട്. അവിടെ പോയി കഴിഞ്ഞാൽ നമുക്ക് അവിടെ UID എന്നൊരു ഓപ്ഷൻ കാണാം. സോ അതാണ് ഇതിൽ എക്സ്ട്രാ വരുന്നത്. അപ്പോൾ അത് കോപ്പി ചെയ്യുക. എന്നിട്ട് തിരിച്ച് ബൈബിറ്റ് UID കൊണ്ട് അത് പേസ്റ്റ് ചെയ്യുക. എന്നിട്ട് നമുക്ക് ഡെപ്പോസിറ്റ് അഡ്രസ്സ് മെമ്മോയും നമ്മൾ എങ്ങനെയാണ് ബിനാൻസ് ചെയ്തത് അതുപോലെ തന്നെ നമ്മൾ ഇവിടെ വരിക, അസറ്റ് വരിക, ഡെപ്പോസിറ്റ് ഓപ്ഷൻ ഉണ്ട്. അവിടെ പോയിട്ട് ഡെപ്പോസിറ്റ് ക്രിപ്റ്റോ എടുക്കുക. അതിൽ നമ്മൾ സെർച്ച് ചെയ്യുക, ഹാംസ്റ്ററിൻ്റെ HMSTR സെർച്ച് ചെയ്യാം. സോ നമുക്കവിടെ ഓപ്ഷൻ വരും, സെലക്ട് ചെയ്യുക, ടോൺ ചെയ്യുന്നതിന് സെലക്ട് ചെയ്യുക. അവിടെ നമുക്ക് കാണാം അഡ്രസ്സും ഉണ്ട്, അതുപോലെ തന്നെ മെമ്മോയും ഉണ്ട്. സോ ഇത് രണ്ട് തെറ്റിക്കാൻ കറക്റ്റായിട്ട് കോപ്പി ചെയ്ത് അവിടെ പേസ്റ്റ് ചെയ്യുക. എന്നിട്ട് സേവ് ആൻഡ് ചൂസ് കൊടുക്കുക. സോ ഇത്രയുള്ള സ്റ്റെപ്സ് വരുന്നത്. ബിനാൻസിലും ബൈബിറ്റിലും ഏകദേശം സെയിം തന്നെയാണ് വരുന്നത്. എക്സ്ട്രാ ആയിട്ട് ഒരു UID മാത്രമേ വരുന്നുള്ളൂ ബൈബിറ്റിൽ. പിന്നെ നെക്സ്റ്റ് ഓപ്ഷൻ വരെ നമുക്ക് ടെലിഗ്രാം വാളറ്റിലേക്ക് നമുക്ക് വിഡ്രോയിൽ കൊടുക്കുക എന്നുള്ളതാണ്. സോ അത് അധികം റെക്കമെൻഡ് ചെയ്തില്ല, കാരണം നമ്മൾ അവിടെ നിന്ന് പിന്നെയും എക്സ്ചേഞ്ചിൽ അയക്കണമെങ്കിൽ പിന്നെ അവിടെ ഗ്യാസ് ഫീസും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. പിന്നെ അല്ലാണ്ട് ഓപ്ഷൻ വരുന്നത് നമുക്ക് ഓൺ ചെയിൻ ആയിട്ട് ഉണ്ട്. അതായത് നമുക്ക് ടോൺ കീപ്പറിലേക്കോ അല്ലെങ്കിൽ ടോൺ സപ്പോർട്ട് ചെയ്യുന്ന ഏതെങ്കിലും ഒരു വാളറ്റിലേക്ക് നമുക്ക് ഡയറക്റ്റ് വിഡ്രോ അടിക്കാവുന്നതാണ്. ടോൺ കീപ്പർ ഉണ്ട്, അങ്ങനെ കുറേ വാളറ്റ് ഉണ്ട്. സോ അതിൽ നമുക്ക് ഒരുമാതിരിപ്പെട്ട എല്ലാവരും ടോൺ കീപ്പർ ആയിരിക്കും യൂസ് ചെയ്യുന്നത്. സോ നമുക്ക് ടോൺ കീപ്പർ സെലക്ട് ചെയ്യുക, എന്നിട്ട് ജസ്റ്റ് കണക്ട് ചെയ്താൽ മതിയായിരിക്കും. സോ ഇത് ഞാൻ റെക്കമെൻഡ് ചെയ്യത്തില്ല, കാരണം നമ്മൾ പിന്നെ ടോൺ കീപ്പറിൽ നമ്മൾ സെല് ചെയ്യണമെങ്കിൽ നമ്മൾ ഏതെങ്കിലും എക്സ്ചേഞ്ചിലേക്ക് അയക്കണം. സോ അപ്പോൾ അവിടെ നമുക്ക് പിന്നെ ഗ്യാസ് ഫീസും കാര്യങ്ങളും വരും. സോ അതിൽ ഏറ്റവും നല്ലത് നിങ്ങൾ ഡയറക്റ്റ് ആയിട്ട് ഏതെങ്കിലും ഒരു ബിനാൻസോ അല്ലെങ്കിൽ ബൈബിറ്റിലേക്ക് നിങ്ങൾ വിഡ്രോ അടിക്കുകയാണെങ്കിൽ ഗ്യാസ് ഫീസ് ഒന്നും കൂടെ അതിന് ഫ്രീ ആയിട്ട് നമുക്ക് കോയിൻസ് വിഡ്രോ ചെയ്യാൻ പറ്റുന്നതായിരിക്കും. സോ നിങ്ങൾ അതിൽ ഏതെങ്കിലും ചൂസ് ചെയ്യുക. അതുപോലെ നിങ്ങൾക്ക് മൾട്ടി അക്കൗണ്ട്സ് ഉണ്ടെങ്കിൽ എല്ലാം പല പല എക്സ്ചേഞ്ചിലേക്ക് അതുപോലെ പല പല വാളറ്റിലേക്കും ഡിഫറൻ്റ് ആയിട്ട് ചെയ്യാൻ ശ്രമിക്കുക.